Hi students, welcome back to Bosco Campus Vision. This is the 17th lecture on Business Regulatory Framework. I am Rashmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In today's session, we are going to discuss the topic unpaid seller. The term unpaid seller may be defined as the seller to whom the full price of the goods sold has not been paid. ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടും ഫുൾ പ്രൈസ് കിട്ടാത്ത സെല്ലറിനെയാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. അൺപെയ്ഡ് സെല്ലർ, ദ സെല്ലർ ടു ഹോം ദ ഫുൾ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് സോൾഡ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ്. അൺപെയ്ഡ് സെല്ലർ ആരാണെന്ന് ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ സെല്ലർ ഹു ഹാസ് നോട്ട് റിസീവ്ഡ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് സോൾഡ് or has received only a part of the price is an unpaid seller. സാധനം വിറ്റതിന് ശേഷം ആ ഒരു ഗുഡ്സിൻ്റെ പ്രൈസിൽ ഫുൾ പ്രൈസ് കിട്ടാതെ കുറച്ച് മാത്രമേ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ എങ്കിലും അങ്ങനെ ഉള്ള സെല്ലറിനെയും അൺപെയ്ഡ് സെല്ലർ എന്നാണ് പറയുന്നത്. അതായത് പാർട്ട് പേയ്മെൻറ്റ് മാത്രം ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടും കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ സെല്ലറിനെ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയും. ഓക്കെ, ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടും ഫുൾ പ്രൈസ് കിട്ടാത്ത സെല്ലറിനെയും അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടും പ്രൈസ് ഒരു പാർട്ട് ഓഫ് ദ പ്രൈസ് മാത്രമേ കിട്ടിയിട്ടുള്ളെങ്കിൽ, അതായത് 1000 രൂപയാണ് ഒരു ഗുഡ്സ് വിറ്റിട്ട് കിട്ടാനുള്ളതെങ്കിൽ ആ വ്യക്തിക്ക് 500 രൂപ മാത്രമേ സെല്ലറിന് കിട്ടിയിട്ടുള്ളൂ എങ്കിലും ആ സെല്ലറിനെ പറയുന്നത് അൺപെയ്ഡ് സെല്ലർ എന്നാണ്. However, a seller is not an unpaid seller if the buyer has offered to pay the price but the seller has refused to accept it. സെല്ലറിന് ഫുൾ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ ആ സെല്ലറിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, അൺപെയ്ഡ് സെല്ലർ എന്നാണ് പറയുന്നത്. ബട്ട് ബയർ പൈസ കൊടുത്തിട്ട് അത് നിരസിക്കുകയാണെങ്കിൽ ആ സെല്ലറിനെ നമുക്ക് അൺപെയ്ഡ് സെല്ലർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് എ സെല്ലർ ഈസ് നോട്ട് ആൻ അൺപെയ്ഡ് സെല്ലർ ഇഫ് ദ ബയർ ഹാസ് ഓഫേർഡ് ടു പേ ദ പ്രൈസ്. ആ ഒരു ഗുഡ്സിൻ്റെ പ്രൈസ് എത്രയാണോ അത് ബയർ കൊടുക്കാൻ ഓഫർ ചെയ്തിട്ടും സെല്ലർ അത് റിസീവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുവാൻ സാധിക്കില്ല. ഓക്കെ, ഇൻ സച്ച് കേസ് ദ സെല്ലർ ലോസസ് ഓൾ ദ റൈറ്റ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഒരു അൺപെയ്ഡ് സെല്ലറിനുള്ള എല്ലാ റൈറ്റ്സും അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് കിട്ടില്ല. ഓക്കെ, വെൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് ഈസ് എ കണ്ടീഷണൽ പേയ്മെൻറ്റ്. ഇപ്പം ബയർ സെല്ലറിന് പേയ്മെൻറ്റ് നടത്തുന്നത് ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും, ദാറ്റ് മീൻസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും ഉപയോഗിച്ചാണ്, ചെക്കോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അങ്ങനെയുള്ളത് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ അതിനെ എന്തെന്നാണ് പറയുന്നത്, കണ്ടീഷണൽ പേയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഹോണേഡ് ആണെങ്കിൽ മാത്രമേ സെല്ലറിന് ആ ഒരു എമൗണ്ട് റിസീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ആ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ പറഞ്ഞ ചെക്ക് എന്തെങ്കിലും ഹോണേഡ് അല്ലാതെ വരികയാണെങ്കിൽ, അത് മാറ്റാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ സന്ദർഭത്തിലും സെല്ലറിനെ അൺപെയ്ഡ് സെല്ലർ എന്നാണ് പറയുന്നത്. ഓക്കെ, when the payment is made by negotiable instruments it is called a conditional payment. The condition being that the instrument shall be duly honored. ഓക്കെ, കണ്ടീഷൻ എന്താണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. അതായത് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ചെക്ക് സെല്ലറിന് മാറിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്, ഹോണേഡ് ആണ് എന്നുള്ള കണ്ടീഷനിൽ. ഇനി ഇഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് നോട്ട് ഹോണേഡ്, ആ ഇൻസ്ട്രുമെൻറ്റ് അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൽ വരുന്ന ചെക്കൊക്കെ മാറാൻ സാധിക്കുന്നില്ല, അത് നോട്ട് ഹോണേഡ് ആണെങ്കിൽ ദ സെല്ലർ ഈസ് ഡീംഡ് ടു ബി ആൻ അൺപെയ്ഡ് സെല്ലർ. സെല്ലർ ഹിയർ മീൻസ് നോട്ട് ഓൺലി ദ ആക്ച്വൽ സെല്ലർ
ബട്ട് ആൾസോ എനി പേഴ്സൺ ഹൂ ഈസ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ സെല്ലർ. ഇവിടെ സെല്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു സെല്ലർ തന്നെ ആകണമെന്നില്ല. ഒരു സാധനം വിൽക്കുന്ന യഥാർത്ഥത്തിലുള്ള സെല്ലർ തന്നെ സെല്ലർ ആകണമെന്നോ ഒന്നും ഇല്ല. ഫോർ ഇൻസ്റ്റൻസ് ആൻ ഏജൻറ്റ് ഓഫ് ദ സെല്ലർ ടു whom a bill of lading has been endorsed is in the position of a seller and may exercise the right of an unpaid seller. സെല്ലർ എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള സെല്ലർ തന്നെ ആകണമെന്നില്ല. ഒരു ഏജൻറ്റിനും സെല്ലറാകാം. സെല്ലർ നിയോഗിക്കുന്ന വ്യക്തിക്കും അതായത് ഒരു ഏജൻറ്റിനും സെല്ലറാകാം. അദ്ദേഹത്തിന് പോലും ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മാറ്റിയെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെയും അൺപെയ്ഡ് സെല്ലർ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ വ്യക്തിക്കും ആ ഏജൻറ്റിനും അൺപെയ്ഡ് സെല്ലറിനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടെന്തായാലും. ഓക്കെ, ഇത്രയുമാണ് അൺപെയ്ഡ് സെല്ലർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ജനറൽ ഒരു ഐഡിയ. അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത് ആരാണ്? ദ സെല്ലർ ടു ഹോം ദ ഫുൾ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് സോൾഡ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ്. ഈ ഒരു അൺപെയ്ഡ് സെല്ലറിനെ കുറിച്ച് സെക്ഷൻ 45 പറയുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ സെക്ഷൻ 45 അൺപെയ്ഡ് സെല്ലറിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ ഗുഡ്സ് സോൾഡ് ചെയ്തിട്ട് പാർട്ട് പേയ്മെൻറ്റ് മാത്രമേ സെല്ലറിന് ലഭിച്ചിട്ടുള്ളൂ എങ്കിലും ആ സെല്ലറിനെയും അൺപെയ്ഡ് സെല്ലർ എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം ബയ്യർ പ്രൈസ് കൊടുക്കാമെന്ന് ഏറ്റിട്ട് ഫുൾ പ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സെല്ലർ അത് നിരസിക്കുകയാണെങ്കിൽ അൺപെയ്ഡ് സെല്ലറിനുള്ള എല്ലാ റൈറ്റ്സും അവിടെ അവസാനിക്കുന്നതാണ്. അദ്ദേഹത്തിന് ആ അൺപെയ്ഡ് സെല്ലറിൻ്റെ റൈറ്റ്സ് കിട്ടുകയുമില്ല. അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ അതിനെ കണ്ടീഷണൽ പേയ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കണ്ടീഷണൽ പേയ്മെൻറ്റിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഹോണേഡ് ആണെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ ഹോണേഡ് ആകാതെ വരുന്ന അവസ്ഥയിൽ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ സെല്ലറിന് അൺപെയ്ഡ് സെല്ലർ എന്നാണ് പറയുന്നത്. ഇനി അൺപെയ്ഡ് സെല്ലറിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.